മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ട് വിചാരണ കോടതി സ്വീകരിച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും. ശ്രീകാന്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഈ SFIO റിപ്പോർട്ട് ഇത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദവും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഇനിയുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത് ഏത് രീതിയിലായിരിക്കും? സ്വാഭാവിക സാങ്കേതിക നടപടിക്രമമാണ് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ആ കുറ്റപത്രത്തിൽ മറ്റ് പോരായികകൾ, പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ കുറ്റപത്രം അംഗീകരിക്കുക, അത് ഫയലിൽ സ്വീകരിക്കുക, അതാണ് കോടതികൾ ചെയ്യാറുള്ളത്. അത് പരിശോധിച്ചപ്പോൾ കോടതി അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇനി സമൻസ് അയക്കും. അതാണ് കോടതി മുമ്പാകെയുള്ള അടുത്ത തുടർ നടപടിക്രമം. അത് അന്വേഷണത്തിന്റെ ഭാഗമായി, ഈ വിചാരണ നടപടികളുടെയൊക്കെ ഭാഗമായി നടക്കുന്ന നടപടിയാണ്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ കുറ്റപത്രം അതിപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു കോടതി. അതിന്റെ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികൾ സ്വാഭാവികമായും ഇനി കോടതി മുമ്പാകെ ഹാജരാകേണ്ടി വരും. SFIO അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കുറ്റപത്രം കോടതി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിന്റെ പകർപ്പ് ചോദിച്ചിരുന്നു. ഇനി അതിന്റെ പകർപ്പും സ്വാഭാവികമായും കോടതിയിൽ നിന്നും ലഭിക്കാനുള്ള കളമൊരുങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇതിനോടകം തന്നെ നൽകാനുള്ള ഉത്തരവായിട്ടുണ്ടാകണം. കാരണം അവർ ആ അപേക്ഷ ഇട്ടിട്ട് കുറച്ച് 1-2 ദിവസമായിട്ടുണ്ട് ആ അപേക്ഷ നൽകിയിട്ട്. എന്തായാലും SFIO കേസിൽ ആ റിപ്പോർട്ട് അംഗീകരിച്ച് കോടതി ഫയലിൽ സ്വീകരിച്ചതോടെ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.